ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ രാഹുൽ ഈശ്വരും അതുപോലെ അനിൽകുമാർ അയ്യപ്പനും നടത്തിയതായിട്ടുള്ള സ്നേഹസംവാദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില വീഡിയോകളാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിമർശനാത്മകമായിട്ടും അനുകൂലമായിട്ടും ഒക്കെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ആരംഭത്തിൽ പറഞ്ഞുള്ളതുപോലെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ വ്യത്യാസം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഈ വിഷയം വളരെ ഇഷ്ടമുള്ളതായതുകൊണ്ടും മാത്രമല്ല എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്ന് അറിയാവുന്നതുകൊണ്ടുമാണ് ഞാൻ ഈ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വിഷയങ്ങളെടുത്ത് പറയുന്നത്. അപ്പോൾ 4 വിഷയങ്ങൾ നമ്മളിതുവരെ പഠിക്കുകയുണ്ടായി. ഒന്നാമത് ഞാൻ പറഞ്ഞു ഫിലോളജിക്കലായിട്ടുള്ള വ്യത്യാസം, രണ്ടാമതായിട്ട് ജീനിയോളജിക്കലായിട്ടുള്ള വ്യത്യാസം, മൂന്നാമതായിട്ട് ട്രൈബൽ വ്യത്യാസങ്ങൾ, നാലാമത് യേശു ക്രിസ്തുവിൻ്റെ മാതാവിനെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ മാതാവ് വിശുദ്ധ മറിയം അല്ല, ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന മിറിയം എന്ന് പറയുന്ന ഈസയുടെ മാതാവ്. മാത്രമല്ല ഈസായെ മറിയം ഗർഭം ധരിച്ചതുപോലെ അല്ല യേശു ക്രിസ്തുവിനെ പരിശുദ്ധ മാതാവ് ഗർഭം ധരിച്ചതെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് ആ അന്തരങ്ങളിലൂടെ കൃത്യമായിട്ട് മനസ്സിലായ ഒരു കാര്യം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു അല്ല, ഖുറാനിലെ ഈസ, രണ്ട് വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ഇനി 5ാമത്തെ ഒരു വ്യത്യാസം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫിക്കലായിട്ടുള്ള വ്യത്യാസങ്ങൾ. ബൈബിളിലെ വ്യക്തമായ പ്രവചനങ്ങൾ യേശു ക്രിസ്തു എവിടെ ജനിക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് യേശു ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ കൃത്യമായി പ്രവചിച്ചിരുന്നു. അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയുകയാണ്. മീഖായുടെ പുസ്തകം 5ാം അധ്യായം, പഴയ നിയമത്തിലാണ് അല്ലെങ്കിൽ തനാക്കിലാണ്, തോറാനാബിയും കെത്തൂബിയും എന്ന് പറയുന്ന പുസ്തകത്തിലെ മീഖാ പ്രവചനം 5ാം അധ്യായത്തിൻ്റെ 2ാം വാക്യത്തിൽ ബെത്ലഹേം എഫ്രാത്തെ, നിന്നിൽ നിന്ന് ഇസ്രായേലിൽ ആധിപത്യം വഹിക്കേണ്ടവൻ എനിക്കായിട്ട് പുറപ്പെട്ടു വരും എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2ാം അധ്യായത്തിൻ്റെ 1ാം വാക്യത്തിൽ അതിൻ്റെ പൂർത്തീകരണമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ഹേരോദാവിൻ്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ചു. വീണ്ടും ലൂക്കോസിൻ്റെ സുവിശേഷം 2ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ യോസെഫും മറിയയും ബെത്ലഹേമിലേക്ക് വരികയും അവിടെ യേശു ജനിച്ചതും വളരെ കൃത്യമായിട്ടൊരു സീക്വൻസായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഖുറാനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഖുറാനിലെ ഈസ ജനിച്ചത് എവിടെയാണെന്നുള്ളത് സൂറ 19 അല്ലെങ്കിൽ സൂറ മിറിയം 22 മുതൽ 25 വരെയുള്ള ആയത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്, മിറിയം ഒറ്റയ്ക്ക് പ്രസവ വേദനയോടെ ഒരു ഈന്തപ്പനയുടെ ചുവട്ടിൽ ഇരിക്കുന്നതായിട്ടുള്ള സമയത്താണ് ആ ഈന്തപ്പനയുടെ തണ്ട് നിൻ്റെ അടുക്കിലേക്ക് കുലുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പച്ചപ്പഴങ്ങൾ നിനക്ക് വീഴുമെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഏത് സ്ഥലമാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അതൊരു അറബി നാടിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യത്യാസം മനസ്സിലായോ? യേശു ക്രിസ്തു ജനിച്ച സ്ഥലം ബൈബിളിൽ വളരെ കൃത്യമായിട്ട് ബെത്ലഹേമിലാണെന്നും യേശു ജനിക്കുന്ന സമയത്ത് വഴിയമ്പലത്തിൽ യേശുവിനെ കിടത്തുവാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. അത് ബൈബിളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലം പറഞ്ഞിട്ടുണ്ട്, ഏത് സമയത്താണെന്നും അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നെന്നും പറയുന്നു. എന്നാൽ ഖുറാനിൽ ഈസ ജനിക്കുമ്പോൾ ജോസഫ് എന്ന് പറയുന്നൊരു വ്യക്തിയെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടില്ല. ഈസായുടെ പിതാവായിട്ട് അല്ലെങ്കിൽ വളർത്തുപുത്രനായിട്ട് ഈസ എന്നൊരു വ്യക്തി രംഗപ്രവേശനം ചെയ്യുന്നതായിട്ട് നമുക്ക് ഖുറാനിൽ എവിടെ പരതിയാലും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ യേശു ക്രിസ്തു എന്ന് പറയുന്നതായിട്ടുള്ള ചരിത്ര വ്യക്തിത്വം, ചരിത്രത്തെ ചമച്ചവനും ചരിത്രത്തിൻ്റെ ഉടയവനുമായിരിക്കുന്ന സകല ലോകത്തിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തെക്കുറിച്ചോ അല്ല ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസ എന്ന് പറയുന്നത്. രണ്ടും 2 വ്യക്തിത്വങ്ങളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇടയന്മാരാണ് ആദ്യം വന്ന് യേശുവിനെ കാണുന്നതായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ജ്ഞാനികൾ കിഴക്ക് നിന്ന് വന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ദൈവികമായിട്ടുള്ള ഒരു ഇടപെടൽ അവിടെ കാണാൻ കഴിയും. ദൂതന്മാർ വന്നിട്ട് ആദ്യമായിട്ട് യേശുവിൻ്റെ ജനനത്തെ ലോകത്തോട് വിളിച്ചു പറയുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഖുറാനിൽ ഈസ തൊട്ടിലിൽ കിടക്കുന്ന സാഹചര്യത്തിൽ, പ്രസവിച്ച് തൊട്ടിൽ കിടക്കുന്ന സമയത്ത് ആളുകൾ താഴെ നിന്നുള്ള ആളുകൾ, അതും മറിയം
പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കില്ലയോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ നോക്കുകയും അറിയുകയും കാണുകയും ഒക്കെ ചെയ്തു. ഞാൻ ഇച്ചിരി ആലങ്കാരികമായിട്ട് പറഞ്ഞ. അപ്പോൾ അവർ വന്നപ്പം എന്താ ഇങ്ങനെ ഒരു വേശ്യ സ്ത്രീ അല്ലല്ലോ, പഠിച്ച സ്ത്രീ അല്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഖുറാനികമായിട്ട് അങ്ങനെ തന്നെയുണ്ട്. അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ തൊട്ടിൽ കിടക്കുന്ന കുട്ടീനോട് ചോദിക്കുമെന്ന് പറഞ്ഞ അർത്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുകയും അങ്ങനെ കുട്ടി തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുകയും ചെയ്യുന്നതായിട്ടൊക്കെയാണ് നമ്മൾ ഖുറാനിൽ വായിക്കുന്നത്. ആരെക്കുറിച്ച്? ഈസയെക്കുറിച്ച്. അപ്പോൾ ആ ഈസ എങ്ങനെയാകും ലോകത്തിൻ്റെ രക്ഷിതാവായിട്ടുള്ള യേശു ക്രിസ്തു? ഒരിക്കലും ആകാൻ കഴിയുകയില്ല. അവിടെ ഇടയന്മാരെക്കുറിച്ചോ ജ്ഞാനികളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ദൂതവൃന്ദത്തെക്കുറിച്ചോ ഒന്നും തന്നെ നമ്മൾ കാണുന്നില്ല എന്നുള്ള ആ വലിയ സത്യത്തെ വിവരിക്കുകയാണ്. മാത്രവുമല്ല, യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ യേശു ഒരു വേശ്യയുടെ മകനാണെന്ന് ഒരിക്കൽ പോലും ആർക്കും മനസ്സിലായിട്ടില്ല, ആരും സംസാരിച്ചിട്ടുമില്ല. അതൊക്കെ പിന്നീട് ഖുറാനികമായിട്ടുള്ള ഭാഷയാണ്. ഖുറാനിക ഭാഷയാണ്, യഹൂദന്മാരുടെ വായിൽ ഖുറാൻ കൊടുത്തതായിട്ടുള്ള ഭാഷയാണ്. ആ ഈസ അല്ല ബൈബിളിലെ യേശു ക്രിസ്തു. ബൈബിളിലെ യേശു ക്രിസ്തു വളരെ അർത്ഥപൂർണ്ണനാണ്. എന്താണത്? യഹോവ രക്ഷകനാണ്. മനുഷ്യനെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്നവനാണ്. അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിനെ ഒരു കാരണവശാലും നിങ്ങളുടെ ഈസിയായിട്ട് നിങ്ങൾ വിശ്വസിക്കരുത് എന്ന അഭ്യർത്ഥനയോടെ ഈ കാര്യത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് വരും വരെയും നന്ദി, നമസ്കാരം.